ഈ എസ്സേ എഴുതിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും ഇതിനെ ഒന്ന് ഫലത്തിലോട്ട് എത്തിക്കാൻ. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും പതറരുത് എന്നാണ് പറയുന്നത്. ഹലോ, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ ലെവൽ ഓഫ് പ്രിപ്പറേഷൻസിലായിരിക്കും നിങ്ങൾ. ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, വർക്കിംഗ് ആണെങ്കിൽ ലീവൊക്കെ എടുത്തോ നിങ്ങളുടെ ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കാണും എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി പഠിച്ചാൽ മതിയോ എന്നൊരു ചോദ്യത്തിന് ഇനി ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു റിവിഷൻ മെത്തേഡിൽ പഠിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ല, പഠിച്ചു കഴിഞ്ഞവരോടാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. നമ്മൾ 1 മണിക്കൂർ എടുത്ത് പഠിച്ചൊരു കാര്യം അരമണിക്കൂറെങ്കിലും എടുത്ത് നമ്മൾ റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു എക്സാം ഹാളിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കിട്ടാനും പ്രോപ്പറായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇത് തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് ബബിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെയല്ലേ. സോ ആ രീതിയിലേക്ക് നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ പേപ്പറിലേക്ക് വരാം. ഡിസ്ക്രിപ്റ്റീവിനെ സംബന്ധിച്ച് എല്ലാവർക്കും പേടി കാണും. ബിക്കോസ് നമ്മൾ എത്ര പ്രിപ്പയർഡ് ആണ് എങ്കിലും എഴുതുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാൽ നമുക്കത് ടൈം മാനേജ് ചെയ്ത് എഴുതാൻ പറ്റുമോ, പ്രോപ്പറായിട്ട് തന്നെ എഴുതി ഫിനിഷ് ചെയ്യാൻ പറ്റുമോ, കീ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റുമോ, RC ക്വസ്റ്റ്യൻ എന്തായിരിക്കും, പ്രിസി പാടായിരിക്കുമോ തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും. സോ നമുക്ക് എന്താണ് ഇനിയത്തെ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു കോഴ്സിന് വേണ്ടി എടുക്കേണ്ട ആ ഒരു സ്റ്റഡി പ്ലാൻ, ഏത് മെത്തേഡിലാണ് പഠിക്കേണ്ടത്, എത്ര മണിക്കൂർ, നമുക്ക് കൃത്യമായിട്ട് ആപ്പിൽ റെഗുലറായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് എത്ര മണിക്കൂർ പഠിക്കണം, ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി എത്ര മണിക്കൂർ പഠിക്കണം, ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഞങ്ങൾക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു 10 ക്വസ്റ്റ്യൻ പറഞ്ഞതായോ, ഇങ്ങനത്തെ പലതരം കമൻസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ കൺഫ്യൂഷൻസിനും എല്ലാ ഡൗട്ട്സിനും ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് ഈ വീഡിയോ. സോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. എൻട്രിയുടെ ഡിഗ്രി ലെവൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ പ്രൈമറിലി ആയിട്ട് നമ്മൾ 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് സ്റ്റഡി പ്ലാൻ. ഏത് തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഓക്കെ, അതിന് ഏതൊക്കെ തരത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഡിസ്ക്രിപ്റ്റീവിന് കൊടുക്കണം. ശ്രദ്ധിക്കുക, പേപ്പർ 1ന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഉള്ളവർക്ക് മാത്രമേ പേപ്പർ 2 എഴുതാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പേപ്പർ 1ൻ്റെ പ്രിപ്പറേഷൻസ് കറക്റ്റ് ആണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. പേപ്പർ 2നെ സംബന്ധിക്കുകയാണെങ്കിൽ സ്റ്റഡി പ്ലാനിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ടെക്നിക്കാണ് നമുക്ക് കൂടുതൽ അഭികാമ്യം. ഓക്കെ, കൂടുതൽ അതിന് ചേരുന്നത് അത്തരത്തിലുള്ളൊരു മെത്തേഡായിരിക്കും. അതായത് നിങ്ങൾ ഒരു ദിവസം പേപ്പർ 1ന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു 30 ഡേയ്സ് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ട് എങ്കിൽ 15 ദിവസം ഡിസ്ക്രിപ്റ്റീവിനും 15 ദിവസം പേപ്പർ 1നുമായിട്ട് മാറ്റിവെക്കാം. അതല്ല, നിങ്ങളൊരു ഫുൾ ടൈം പഠിക്കുന്ന ആളാണ്, കംപ്ലീറ്റ് നിങ്ങൾ HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉച്ചവരെ പേപ്പർ 1ഉം ഉച്ച കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവും. ഉച്ച കഴിഞ്ഞ് നമുക്ക് പൊതുവേ കുറച്ച് ക്ഷീണമൊക്കെ വരുന്ന സമയമാണല്ലോ. സോ ആ സമയത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലും നല്ലതാണ് എഴുതി നോക്കുന്ന തരത്തിൽ സാമ്പിൾ എസ്സേസും ഒക്കെ ആയിട്ട് ഉച്ച കഴിഞ്ഞ് പേപ്പർ 2ന് വേണ്ടി മാറ്റിവെക്കാം. സോ ഒരു ഹാഫ് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 50-50 എന്നുള്ള രീതിയിൽ പഠിക്കുക. അതിൽ ശരിക്കും 50% ഡിസ്ക്രിപ്റ്റീവ് വർക്ക് ചെയ്ത് തന്നെ നോക്കുക. പിന്നീട് സ്റ്റഡി പ്ലാനിൽ പേപ്പർ ആൻഡ് പെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ വായിച്ച് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കരുത്. ആ സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനിരുന്നാലും പേപ്പറോ ഒരു നോട്ട്ബുക്കോ പേനയോ കയ്യിൽ കരുതുക. എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യുക. മൈൻഡിൽ പ്ലാൻ ചെയ്യരുത്. നിങ്ങൾ ഒരു 10 RC ക്വസ്റ്റ്യൻസ് നോക്കി ഇന്ന ആൻസേഴ്സ് എഴുതാം എന്ന് വിചാരിച്ച് വിടുന്നതിലും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒറ്റ സീക്വൻസ് ഓഫ് RC ക്വസ്റ്റ്യൻ എടുത്തിട്ട് വർക്ക് ചെയ്ത് നോക്കുന്നത്. നിങ്ങൾ എഴുതി നോക്കുന്നതിനാണ് എപ്പോഴും കൂടുതൽ ഇഫക്റ്റ് ഉള്ളത്. എഴുതി തന്നെ ഡിസ്ക്രിപ്റ്റീവ് പഠിക്കുക എന്നുള്ളത് നേരത്തെ പറയട്ടെ. എസ്സേയുടെ വാല്യൂ പോയിന്റ്സ് മാത്രം വായിച്ച് പഠിക്കുക. ബാക്കി കംപ്ലീറ്റ് പേപ്പറും വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തത്, ഏതൊക്കെ റിവിഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. പ്രിസിയെ സംബന്ധിച്ചും റീഡിംഗ് കോംപ്രിഹെൻഷനെ സംബന്ധിച്ചും ആ തന്നിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ആളേ ഉള്ളൂ, വൊക്കാബാണ്. വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇൻക്രീസ് ചെയ്യുക. നല്ല വാക്കുകൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ
ഏതെങ്കിലും നമ്മൾ യൂഷ്വലി കൊളോക്കിയലി യൂസ് ചെയ്യുന്ന ഒരു വാക്കിന് പകരം കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ വാക്കുകൾ പഠിച്ചു വെക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ അത് യൂസ് ചെയ്യാം, പ്രിസിക്ക് യൂസ് ചെയ്യാം, എസ്സേയിൽ അത് യൂസ് ചെയ്യാം. വൊക്കാബ് മാത്രം പ്രിസിക്കും റീഡിംഗ് കോംപ്രിഹെൻഷനും വേണ്ടി കാണാതെ പഠിക്കുക. എസ്സേക്ക് വേണ്ടി വാല്യൂ പോയിന്റ്സ് പഠിക്കുക. വാല്യൂ പോയിന്റ്സ് നമ്മൾ ആദ്യം തൊട്ടേ വീഡിയോകളിൽ പറയുന്നുണ്ട്. ഓരോ ടോപ്പിക്കിന് താഴെയും നമ്മൾ അറേഞ്ച് ചെയ്യുന്ന വാല്യൂ പോയിന്റ്സ് ഉണ്ട്. ആ വാല്യൂ പോയിന്റ്സ് പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കണക്റ്റീവ്സ് പഠിക്കുക, നല്ല ഫ്രേസുകൾ പഠിക്കുക, കോഡ്സ് നമുക്ക് ഷുവറായിട്ട് ചോദിക്കും എന്നുറപ്പുള്ള അത്തരം ചോദ്യങ്ങൾക്ക് മാത്രം കോഡ്സ് പഠിച്ചു വെക്കുക. സമയം ഒരുപാട് കളയേണ്ട, കോഡ്സ് പഠിച്ചു വെക്കുക. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. എസ്സേയുടെ വാല്യൂ പോയിന്റ്സ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ട്രാക്കിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻ്റ് ആണോ നമ്മളെന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് വിജയം നിർണ്ണയിക്കുന്നത്. പരീക്ഷയ്ക്ക് മുൻപത്തെ ഒരു 10 ദിവസം ലീവ് എടുത്തങ്ങ് പഠിച്ചു കളയാം എന്നുള്ളത് നമ്മുടെയൊക്കെ മൈൻഡിൽ ചിലപ്പോൾ തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, 2 പേര്, ഞാനിത് മിക്കവാറും ആപ്പിൽ ക്ലാസ്സിൽ പറയുന്നതാണ് എങ്കിലും ഞാൻ പറയുകയാണ്, 2 പേരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് തന്നെ. ഇൻ്റലിജൻസ് കൂടിയ വളരെ ബുദ്ധിമാനായ ഒരാൾ പരീക്ഷയ്ക്ക് മുൻപ് വരെ, ഇവിടെ പരീക്ഷയാണെന്നിരിക്കട്ടെ, പരീക്ഷയ്ക്ക് മുൻപ് വരെ വളരെ സ്ലോ പേസിൽ പോയിട്ട് നോക്കിയേ, വളരെ സ്ലോ പേസിൽ പോയതിന് ശേഷം പിന്നീട് ഒരു ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നു, ഇവിടെ എത്തുന്നു. അതേസമയം അത്ര ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരാൾ, താഴേന്ന് തുടങ്ങാം, നെഗറ്റീവ് ബുദ്ധി ആയിക്കോട്ടെ, പയ്യെ എത്തുന്ന ഉയരം എന്ന് പറയുന്നത് ഇയാൾ എത്തുന്നതിനും ഒരുപാട് മുകളിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും കോമ്പൗണ്ടഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ലക്ഷ്യം ഇവിടെയാണെങ്കിൽ വലിയ ബുദ്ധിയുള്ള ഒരാൾ കുറച്ച് വർക്കിലൂടെ അവിടെ മാത്രം എത്തുമ്പം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള ഒരാൾ ആ ഒരു എയിമിനും ഒരുപാട് മുകളിലേക്ക് എത്തുന്നു. സോ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയത്തെ 30 ദിവസമെങ്കിലും നമുക്കത് വേണം. ഇനിയത്തെ 30 ദിവസം കൃത്യമായിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഞാൻ വർക്ക് ചെയ്ത് നോക്കും. ഒരു എസ്സേ എങ്കിലും ഞാനൊന്ന് സാമ്പിൾ എസ്സേ എങ്കിലും എഴുതി നോക്കും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിക്കുക. ഓക്കെ, ആ ഒരു 30 ഡേയ്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, 30 ഡേയ്സ് അല്ലെ 15 ഡേയ്സ് നിങ്ങൾ എസ്സേസ് എഴുതി നോക്കുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയുടെ റിസൾട്ട് നിങ്ങളുടെ ഫൈനൽ എസ്സേയിൽ കാണും. സോ അവസാനത്തെ 10 ദിവസം നന്നായിട്ട് ഓടി നോക്കുന്നതിൽ നല്ലതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പയ്യെ ഇവിടുന്നേ നടന്നു തുടങ്ങുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഇത്രയും ദിവസങ്ങളുണ്ട്, നമുക്ക് പയ്യെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. സോ ഒരുപാട് ആഘോഷങ്ങൾ വരുന്ന സമയമാണ്, ഒരുപാട് കല്യാണങ്ങൾ വരുന്നു, ഒരുപാട് അത്തരത്തിലുള്ള ഫങ്ഷൻസ് വരുന്നു, അവധികൾ വരുന്നു, കൂട്ടുകാർ ട്രിപ്പ് പോകുന്നു. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ വരുന്ന എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് മാത്രം ബാക്കിയെന്ന് മനസ്സിനെ പറഞ്ഞ് എന്ത് ചെയ്യണം, വിശ്വസിപ്പിക്കണം. സോ ഈ 3 കാര്യങ്ങളുമായിരിക്കും ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, റിവിഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാക്കിലായിരിക്കാൻ ശ്രമിക്കുക. പിന്നീട് എസ്സേയെ സംബന്ധിച്ച് ധാരാളം മോഡൽ എസ്സേസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മോഡൽ എസ്സേസിൽ നിന്നും കൃത്യമായിട്ടുള്ള വാല്യൂ പോയിന്റ്സ് അഥവാ വി പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. പരീക്ഷയുടെ തൊട്ട് തലേന്നുള്ള ദിവസങ്ങളിൽ ഈ വാല്യൂ പോയിന്റ്സിലൂടെ മാത്രം വേണം നിങ്ങൾ കടന്നു പോകാൻ. സോ ദാറ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കിൻ്റെ അകത്ത് നിറച്ച് വാല്യൂ പോയിന്റ്സ് ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു എസ്സേ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാല്യൂ പോയിന്റ്സ് റിവൈസ് ചെയ്യണം. സോ മോഡൽ എസ്സേസ് നോട്ട്സ് തന്നിരിക്കുന്നതിൽ നിന്നെല്ലാം നോട്ട് ഉണ്ടാക്കിയിട്ട് വാല്യൂ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്ത് വെക്കണം. എക്സാമിന് തൊട്ട് മുൻപ് അത് റിവൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എക്സാം ഹാളിലേക്ക് പോകാൻ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ച പോലെ 150 വേർഡ് എസ്സേസ് കുറേ തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഫിലോസഫിക്കൽ എസ്സേസ് ഉണ്ട്, 3-4 എണ്ണം ഗ്രൂപ്പ് ചെയ്ത് ആപ്പിൽ ഒരു ക്ലാസ്സും പോയിട്ടുണ്ട്. സോ ആ 150 വേർഡ് എസ്സേ എടുത്ത് ഒരു പേപ്പറിൽ എഴുതണം. എന്നിട്ട് ആ പേപ്പറിൽ എത്ര മാത്രം വരും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ആ 150 വേർഡ് എസ്സേ എന്ന് നോക്കണം. ശേഷം എന്ത് ചെയ്യണം, ആ ഒരു പേജ് ലൈൻ ചെയ്തിട്ട് അതിൽ വേണം നിങ്ങൾ തന്നെത്താനെ വർക്ക് ചെയ്ത് നോക്കാൻ. സോ ദാറ്റ് നമുക്ക് വേർഡുകൾ എണ്ണാതെ തന്നെ ഏകദേശം നമ്മൾ എഴുതി വരുന്നതിൽ 150 വേർഡ് എത്ര കാണും എന്നറിയാൻ പറ്റും. ആ ഒരു അറിവ് എക്സാം ഹാളിൽ നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കും. ഓക്കെ, സോ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മോഡൽ എസ്സേസ് പഠിക്കുക, അതിൽ നിന്ന് വാല്യൂ പോയിന്റ്സ് എഴുതുക. രണ്ടാമത്തത് 150 വേർഡ് എസ്സേസ് പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യുക, ലൈൻ മാർക്ക് ചെയ്യുക, അത് വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഗ്യാപ്പിൽ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക.
മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെലക്ഷൻ റൂൾ. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എസ്സേസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കേ സെലക്ട് ചെയ്യാവൂ. അല്ലാതെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യരുത്, പിന്നീട് നമ്മൾ അത് എഴുതുമ്പോൾ എന്നാ വേണ്ട മറ്റേ ടോപ്പിക്ക് എഴുതാമായിരുന്നു എന്ന് പറഞ്ഞാൽ ആകെ നമ്മുടെ കയ്യിലുള്ള സമയം വളരെ ചുരുക്കമാണ്. പിന്നീട് ഇത് വെട്ടിയിട്ട് അത് എഴുതാം, ആ ഒരു മെത്തേഡിലോട്ട് പോവാതിരിക്കുക. സെലക്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഏത് എസ്സേസ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് അറിയണം. പൊതുവെ ഫിലോസഫിക്കൽ എസ്സേസ് മാർക്ക് കയറാൻ പ്രയാസമുള്ള എസ്സേസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എസ്സേ അത്ര അറിയത്തില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഫിലോസഫിക്കൽ എസ്സേസിന് വേണ്ടി നിങ്ങൾക്ക് പോവാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. സോ കൃത്യമായിട്ടുള്ളൊരു സെലക്ഷൻ റൂൾ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇതിൽ നിന്ന് ഏത് എസ്സേ എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സെലക്ഷൻ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് PYQs വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. യൂട്യൂബിലും ഇന്നാപ്പിലും കഴിഞ്ഞുപോയ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം തുടങ്ങിയ അന്ന് തൊട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻസും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്ന എസ്സേ ടോപ്പിക്കുകൾ PYQയിൽ നിന്ന് ഒന്ന് ചെയ്ത് നോക്കാം. അതുമാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന ലീഡിംഗ് ആയിട്ടുള്ള പല എക്സാമിനേഷനും എന്തുണ്ട്, എസ്സേ ഉണ്ട്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അടിച്ച് നോക്കിയാൽ തന്നെ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. കാര്യം അവിടെ നിന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ദെൻ വേർഡ് സെലക്ഷൻ. ഹൈക്കോടതിയുടെ എക്സാമിന് ആണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബെറ്റർ വേർഡ്സ് കുറച്ച് അറിഞ്ഞിരിക്കണം. നല്ല വാക്കുകൾ, അതായത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന വാക്കിന് അതേ സമയത്ത് കുറച്ച് പ്രൗഢിയും ഒരു സ്റ്റൈലും ഒക്കെ ഉള്ള മറ്റ് വാക്കുകൾ, സിനണിംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ എസ്സേ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. സോ ബെറ്റർ വേർഡ്സ് യൂസ് ചെയ്യുക. ഇത്രയാണ് എസ്സേയുടെ ഫൈനൽ റിവിഷൻ നടത്തുന്ന നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മോഡൽ എസ്സേസിൽ നിന്ന് എന്ത് ചെയ്യണം, വാല്യൂ പോയിന്റ്സ് എഴുതിയെടുക്കണം. 150 വേർഡ് എസ്സേസ് ഒരു പേപ്പറിൽ എഴുതി നോക്കിയിട്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ അത് എത്ര വരും എന്നൊന്ന് അറിയുക. ദെൻ സെലക്ഷൻ റൂൾ ഉപയോഗിച്ച് കൃത്യമായ എസ്സേ മാത്രം സെലക്ട് ചെയ്യുക. റോങ് എസ്സേ സെലക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് സ്റ്റാർട്ടാണ്. ഓക്കെ, അവിടെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ദെൻ PYQs നമ്മൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്, അതൊന്ന് വർക്ക് ചെയ്യുക. വേർഡ് സെലക്ഷനിൽ എപ്പോഴും ബെറ്റർ വേർഡ്സ്, കൊളോക്കിയൽ വേർഡ്സ് യൂസ് ചെയ്യാതെ നല്ല വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നിങ്ങൾക്കൊന്ന് ഒരു മാതൃക പോലെ ഒരു മോഡലായിട്ട് കാണിക്കാൻ 2023 സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റ്യൻ 2 ഞാൻ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഡിറക്റ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ എസ്സേ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ചോദ്യം വരണമെന്നില്ല. ചോദ്യം മറ്റൊരു രീതിയിൽ വരാം. ഇപ്പം സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പുരുഷന്മാർ സ്റ്റീരിയോ ടൈപ്പിംഗ് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസുകളിൽ കാണും, സ്ത്രീകൾ ഒരു ടിപ്പിക്കൽ ബോഡി സ്റ്റേച്ചർ അല്ല എങ്കിൽ ആൾക്കാർ കളിയാക്കാറുണ്ട്. അല്ലെങ്കിൽ മുടിയില്ല എങ്കിൽ, നല്ല വണ്ണമില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫിഗർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അവരെ നമ്മൾ പലപ്പോഴും സൊസൈറ്റി അവരെ എന്ത് ചെയ്യാറുണ്ട്, കളിയാക്കാറുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല മീശയില്ലാത്ത അല്ലെങ്കിൽ കഷണ്ടിയായ വളരെ ഫീബിളായിട്ടുള്ള പുരുഷന്മാരും ഇതേ തരത്തിലുള്ള അപമാനം നേരിടേണ്ടി വരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താടിയില്ലാത്ത അല്ലെങ്കിൽ വലിയ ശരീര വിരിവോ ഒന്നുമില്ലാത്ത നമ്മുടെ സൊസൈറ്റിയിലെ പുരുഷന്മാരും ഇതേപോലത്തെ അറ്റാക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് എസ്സേ ടോപ്പിക്കുകൾ വരാം. സോ ക്വസ്റ്റ്യൻ വരുമ്പം അതിൽ നിന്ന് എന്താണ് അവർ ഉദ്ദേശിച്ചത്, ഏത് പോയിന്റിലാണ് നമ്മൾ എഴുതേണ്ടത്, അത് കുറച്ചുകൂടെ നാരോ ആക്കുക. ജെൻഡർ എന്ന് പറയുന്ന ഒരിടത്ത് നിന്ന് അവിടെ നിന്ന് ഒരുപാട് നാരോ ആക്കി ഒരു ആസ്പെക്റ്റിനെ പറ്റി എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാവേണ്ടതുണ്ട്. ആ ഒരു ആസ്പെക്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. സോ അത്തരത്തിൽ ചോദിക്കുന്ന 1-2 എസ്സേ ടോപ്പിക്കുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2023 സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. തിങ്കിങ് ഈസ് എ ഗെയിം, ഇറ്റ് ഡസ് നോട്ട് ബിലോങ് അൺലെസ് ദെയർ ഈസ് ആൻ ഓപ്പോസിറ്റ് ടീം. നോക്കിയേ, ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനാ. കാര്യം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മളൊന്ന് മാറി നിന്ന് വായിക്കേണ്ടി വരുന്ന ഇത്തരം ചോദ്യങ്ങളും ചോദിക്കാം. തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്, ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ഇറ്റ് ഡസ് നോട്ട് ബിഗിൻ അൺലെസ് ദെയർ ഈസ് ആൻ ഓപ്പോസിറ്റ് ടീം. അപ്പോൾ ഒരു ഒപ്പണൻ്റ് ഇല്ലെങ്കിൽ അത് തുടങ്ങത്തില്ലെന്നാണ് പറയുന്നത്. ഒരു ഒപ്പണൻ്റ് ഇല്ലെങ്കിൽ അത് തുടങ്ങത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അതെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒപ്പണൻ്റ് ഉള്ളപ്പോഴാണ്. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
കോമ്പറ്റീറ്റേഴ്സിൻ്റെ നീഡിനെ പറ്റിയാണ് പറയുന്നത്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ നീഡും അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ ജയിക്കാൻ വേണ്ടി തിങ്കിങ് കപ്പാസിറ്റിയുടെ ഒരു ഗുണവുമാണ് പറയേണ്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ആ കോഴ്സൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ ആരാധിക്കുന്ന ആള് നമ്മുടെ ഒപ്പണൻ്റ് ആവുന്നത് വരെ നമ്മൾ സക്സസ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫിലിമിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരാളായിരിക്കും, നിങ്ങൾ രജനീകാന്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. സോ രജനീകാന്ത് നിങ്ങളെ ഒരു ആക്ടിങ്ങിൽ ഒരു ഒപ്പണൻ്റ് ആയിട്ട് കാണുമ്പോഴാണ് നിങ്ങൾ ശരിക്കും എന്താവുന്നത്, സക്സസ്ഫുൾ ആവുന്നത്. നിങ്ങൾ ശരിക്കും അവിടെയാണ് വിജയിക്കുന്നത് എന്ന് പറയാറുണ്ട്. സോ നോക്കി, അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. തിങ്കിങ് എന്ന് പറയുന്ന ഗെയിം സ്പാർക്കിൾ ചെയ്യാൻ, അതിനെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യിക്കാൻ ഓപ്പോസിറ്റ് ഒരാൾ വേണം. യു ക്യാൻ കോട്ട് ഫ്രം വേൾഡ് വാർ സമയത്ത് നിന്നും എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി. GPS ഉൾപ്പെടെ ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്തൊരു കാലഘട്ടമാണ് വേൾഡ് വാറിൻ്റെ കാലഘട്ടം. അതെങ്ങനെ അത്രയും നാളും കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ ആൾക്കാർ അന്ന് കണ്ടുപിടിച്ചത്? ബിക്കോസ് അപ്പുറത്തൊരാളുണ്ട് ഈക്വലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അയാളെ തോൽപ്പിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇവിടെ കുറേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഒപ്പണൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, GPS ആയിക്കോട്ടെ, ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാറ്റലൈറ്റുകളായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. സോ അത്തരം കാര്യങ്ങളൊക്കെ യു ക്യാൻ റൈറ്റ്. അത്തരത്തിൽ കുറച്ച് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോയിന്റ് കിട്ടുമെങ്കിൽ മാത്രമേ ഈ എസ്സേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, എസ്പെഷ്യലി 2023, 24, 22 ഇന്ത്യയിൽ നടന്ന മേജർ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിൻ്റെ ചോദ്യങ്ങൾ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. രണ്ടാമത്തത്, നോട്ട് ഓൾ ഹൂ വാണ്ടർ ആർ ലോസ്റ്റ്. എഗൈൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കേണ്ടി വരും. നോട്ട് ഓൾ ഹൂ വാണ്ടർ ആർ ലോസ്റ്റ്. അലഞ്ഞു നടക്കുന്നവരെല്ലാവരും അനാഥരല്ലെന്നാണ് പറയുന്നത്. Again a philosophical question, very important question ആണ്. So you can start the essay like this. പണ്ട് കാലത്ത് ഈ വാണ്ടറേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് തന്നെ ആരാണ്? ആ ഒരു മനുഷ്യൻ്റെ ഉൽപ്പത്തി ചരിത്രമൊക്കെ യു ക്യാൻ റൈറ്റ്. അവിടെ വാണ്ടറേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആഹാരം കണ്ടെത്തുന്ന ഒരു പരിണാമത്തിൻ്റെ ഇടയിലുള്ള ഒരു പൊസിഷൻ നമുക്കുണ്ടായിരുന്നു. ആൻഡ് വി വെയർ വാണ്ടറേഴ്സ് അറ്റ് ദാറ്റ് ടൈം. നമ്മളത് ലോസ്റ്റ് ആണ്. പിന്നെ ആരൊക്കെയാണ് വാണ്ടറേഴ്സ് എന്ന് പറയുന്നത്? പോയറ്റ്സ്, ദെൻ ലുനാറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർ നടക്കും. ഇവരെല്ലാം റിയൽ ലൈഫിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരാണ്. അവർ റിയൽ ലൈഫിൽ നിന്ന് ലോസ്റ്റ് ആയി പോയവരാണ്. പക്ഷേ എല്ലാ അലഞ്ഞ് നടക്കുന്നവരും ലോസ്റ്റ് ആണോ? അല്ല. സത്യത്തെ അന്വേഷിച്ച് ലോകത്തെ അറിയാൻ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം വാണ്ടറാണ്. പക്ഷെ ലോസ്റ്റ് ആണോ? അല്ല. സോ യാത്രയെ പറ്റിയും ഈ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെയാണ് ഇവിടുത്തെ ഒരു ലിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വൽ ജേർണി, ഇതെല്ലാം ആഡ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ എസ്സേ. നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് പേരെ ഇത് എഴുതത്തുള്ളൂ. പക്ഷേ എഴുതുന്ന ആൾക്ക് അത്ര നന്നായിട്ട് അത് കണക്ട് ചെയ്ത് പോകാൻ പറ്റണം. നമ്മൾ ആ ഒരു സ്പിരിച്വൽ റിലത്തിലോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ലൈഫിൻ്റെ അഡ്വഞ്ചേഴ്സിലോട്ട് പോകുമ്പോഴും നമുക്ക് ആ ഒരു ഫാമിലിയെ കൂടി കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലൊക്കെ എഴുതി ഫലിപ്പിക്കാൻ പറ്റണം. കോട്ട്സ് എഴുതാം, ഫേമസ് ആയിട്ടുള്ള ട്രാവലേഴ്സിൻ്റെ കോട്ട്സ് എഴുതാം. പിന്നെ ഇവരെന്താണ് അൾട്ടിമേറ്റ്ലി അന്വേഷിക്കുന്നത്? നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. വീട് നോക്കണം, വീട് വെക്കണം. ഒരു ശരാശരി മലയാളിയുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് വീട് വെക്കണം, വണ്ടി, അല്ലേ, കാർ വാങ്ങണം. ഏറ്റവും നല്ലൊരു കാറ് തന്നെ വാങ്ങണം. ഇപ്പോൾ ടാറ്റയുടെയൊക്കെ കാറുകളൊക്കെ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ EMI അടച്ച് റെസ്പോൺസിബിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ശരിക്കും ജീവിച്ചോണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഏത് കാലത്താണ് ജീവിച്ചത്, എന്നാണ് ജീവിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത്തരത്തിലുള്ള പല ഫിലോസഫിക്കൽ ആസ്പെക്റ്റുകൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാൻ പറ്റണം. ആൻഡ് ആരാണ് ശരിക്കും ലോസ്റ്റ്? ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്ത് നടക്കുന്നത് നമ്മളാണോ അതോ അലഞ്ഞു തിരിഞ്ഞ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണോ? സോ ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കുറേ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരാം. ഇങ്ങനെ എഴുതാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഫിലോസഫിക്കൽ എസ്സേസ് ആർ വെരി ഗുഡ്, ദേ ആർ ടു ഗുഡ്. ദെൻ യു ക്യാൻ കോട്ട് നമ്മൾ ഹൈക്കോർട്ടിൻ്റെ ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത്, പക്ഷേ അല്ലാതെ പല മേജർ തിയററ്റീഷ്യൻസും ഉണ്ട്, പല സൈക്കാട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള കോഴ്സും ഉണ്ട്. ഇതെല്ലാം ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് സിവിലിൻ്റെ രീതിയിൽ നിന്ന് അവർ ആ ചോദ്യത്തെ കാണുന്നത്. നമ്മൾ അത്രയും ഹൈ ലെവലിലോട്ടല്ല പോകുന്നത്, പക്ഷെ നമ്മൾ ആ ഒരു ബേസ്, നമ്മൾ എന്തൊക്കെ ലിങ്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ ഗേൾസ് ബൈ റെസ്ട്രിക്ഷൻ അടുത്തൊരു വളരെ നല്ലൊരു ചോദ്യമായിട്ട് തോന്നിയതാണ്. എഗൈൻ ഇതും സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ. ഗേൾസ് ബൈ റെസ്ട്രിക്ഷൻ
ആൻഡ് ബോയ്സ് വിത്ത് ഡിമാൻഡ്സ്, ടു ഈക്വലി ഹാർംഫുൾ ഡിസിപ്ലിൻസ് ആണ്. അതായത് ഗേൾസിന്റെ സൊസൈറ്റി എന്ത് ചെയ്യും? റെസ്ട്രിക്റ്റ് ചെയ്യും. അവിടെ പോരുത്, ഇവിടെ പോരുത്, ഇന്നത് ചെയ്യരുത് എന്ന് പറയും. ബോയ്സിന് എന്ത് കൊടുക്കും? ഡിമാൻഡ് കൊടുക്കും. ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്ന ആളാണ് ഒരു നല്ല ബോയ് എന്നുള്ളൊരു പട്ടം കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി. വീട് നോക്കണം, കുടുംബം നോക്കണം ആൻഡ് ഓൾ ദാറ്റ്. സോ ഗേൾസിനെ റെസ്ട്രിക്ഷൻസ് കൊണ്ടും ബോയ്സിനെ ഡിമാൻഡ്സ് കൊണ്ടും വരിഞ്ഞു കെട്ടുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് രണ്ടും ഹാർംഫുൾ ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ആണ് എന്നാണ് പറയുന്നത്. സോ എസ്സേ ഇറ്റ്സെൽഫ്, ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇത് രണ്ടും ഹാർംഫുൾ ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. സോ യു ഷുഡ് ആക്ച്വലി റൈറ്റ് അഗനിസ്റ്റ് ദിസ് ഓർ ഫോർ ദിസ്. എന്താ ചെയ്യണ്ടേ? ഇതിന് ആക്ച്വലി ഇത് പറയുന്നത് ശരിയായ കാര്യമല്ലേ? ഗേൾസിനെ വീടുകളിലും പുരുഷന്മാരെ ആ ഒരു ബാധ്യതകളിലും നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിന് ഇത് ജെൻഡർ നമ്മൾ പഠിച്ച ആ ഒരു പ്രിമൈസസിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ നിന്നാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. ഈ എസ്സേ എഴുതിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും ഇതിനെ ഒന്ന് ഫലത്തിലോട്ട് എത്തിക്കാൻ. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും പതറരുത് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളല്ല കഴിഞ്ഞുപോയ PYQ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ PYQ അനാലിസിസ് നടത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല വന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു ചോദ്യം വന്നാലും, ബിക്കോസ് ദിസ് ഈസ് ദി ന്യൂ ട്രെൻഡ്, ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സോ ഈ ഒരു ആസ്പെക്റ്റിൽ വന്നാലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എസ്സേ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? പതറരുത്. അതിൽ നിന്ന് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ വ്യൂ പോയിന്റ് എന്ന് മനസ്സിലാക്കാൻ പഠിക്കണം. അതിന് നിങ്ങളുടെ റിവിഷൻ സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. കൃത്യമായിട്ട് അത് അറിയേണ്ടതുണ്ട് ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ആ ഒരു 150 എസ്സേ പാക്ക് ഒരു 8 essays ഒക്കെ ആയപ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ കുറച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി വർക്ക് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ആണോ? സോ ഇവിടെ റിവിഷന് നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുണ്ട്. പിന്നെ ആ ഒരു പേപ്പർ 1ൻ്റെ ആ ഒരു പുക പടലമൊക്കെ ഒന്ന് അടങ്ങട്ടെ, അതിലൊന്ന് കോൺഫിഡൻ്റ് ആകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. ദെൻ എസ്സേ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് 20 മാർക്കിൻ്റെ റീഡിങ് കോംപ്രിഹെൻഷൻ. ഒരൊറ്റ പാസേജ് പ്രോപ്പറായിട്ട് മനസ്സിലായാൽ നമുക്ക് കിട്ടുന്ന 20 മാർക്കിൻ്റെ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. റിവിഷൻ സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന്, വൊക്കാബ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കാരണം എന്ന് പറയാൻ, ഒന്നാമത്തേതായി വൊക്കാബുലറി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം, ആദ്യത്തേത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അതിന് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വൊക്കാബ് വന്നാലും നമുക്കത് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് വൊക്കാബുലറി ഉണ്ടായിരിക്കണം. 2, നമ്മൾ എഴുതുമ്പം കുറച്ചുകൂടി നല്ല വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ്ങിലോട്ടൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് തന്നെ വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കാനും എഴുതാനും. റീഡിങ് പാർട്ടിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളത് എഴുതുന്ന റൈറ്റിംഗ് പാർട്ടിലും വൊക്കാബുലറി വേണം. സോ 30 ദിവസം കുറച്ച് അതിനു വേണ്ടി, ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ വേറൊരു പരീക്ഷ ഇല്ലാത്തവരാണ് എങ്കിൽ ഹൈക്കോർട്ടിന് വേണ്ടി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. അത്തരത്തിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആപ്പിൽ തന്നെ ഒരുപാട് വീഡിയോസും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞതിന് ശേഷം തന്നെത്താൻ വർക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത്, കം അപ്പ് വിത്ത് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ടെക്സ്റ്റ് യു റീഡിങ്. ഒരു എസ്സേ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, ആ എസ്സേയെ പറ്റി നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ആ എസ്സേ ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ പാസേജായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചോദ്യങ്ങൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ് എസ്സേ എഴുതി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് പോസിബിൾ ചോദ്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഫ്രെയിം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കപ്പാസിറ്റി നമ്മുടെ ഉള്ളിലോട്ട് വരും. ഇങ്ങനെയാണ് റീഡിങ് കോംപ്രിഹെൻഷന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളും ചിന്തിക്കുന്നത് എന്നൊരു തോന്നൽ നമുക്ക് വരും. സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സിലോട്ട് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പത്രം വായിക്കുമായിക്കോട്ടെ, ഒരു നോട്ടീസ് വായിക്കായിക്കോട്ടെ, അതല്ല എങ്കിൽ നിങ്ങളൊരു എസ്സേ വർക്ക് ചെയ്ത് നോക്കുകയാവട്ടെ, എന്ത് ചെയ്താലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തുകൊണ്ടേയിരിക്കുക. ആ പാസേജുകളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. കീപ് കൺസ്ട്രക്റ്റിംഗ്. സോ ദാറ്റ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടാവുക എന്ന് മനസ്സിലാവും. ആദ്യത്തേത് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക ഇനിയത്തെ ദിവസങ്ങളിൽ. രണ്ടാമത്തേത്, എന്ത് വായിച്ചാലും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. മൂന്നാമത്തേത്,
നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, നമുക്കൊരു വാക്ക് അറിയത്തില്ലായിരിക്കും, അതല്ലെങ്കിൽ ഒരു ഫ്രേസിൻ്റെ അർത്ഥം നമുക്ക് അറിയത്തില്ലായിരിക്കും, അതല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഹോൾ മീനിങ് നമുക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും. പക്ഷേ കോണ്ടെക്സ്റ്റിൽ നിന്ന് ക്ലൂസ് എടുക്കുക. അതായത് ആ ഒരു പാസേജ് ഇതിനെ പറ്റിയാണ് പറയുന്നത്, മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെ പറ്റിയാണ്, നെഗറ്റീവ് ഇഫക്ട്സിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ സെൻറ്റൻസും അതിനെപ്പറ്റി തന്നെ ആയിരിക്കും എന്ന് സറൗണ്ടിങ്ങിൽ നിന്ന് മീനിങ്ങിനെ, കോണ്ടെക്സ്റ്റിൽ നിന്ന് ക്ലൂസിനെ പിക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇനിയത്തെ റിവിഷൻ ദിവസങ്ങളിൽ നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമുക്ക് ചില വാക്കുകൾ കണ്ടാൽ, ചില ഫ്രേസുകൾ കണ്ടാലും മനസ്സിലായില്ലെങ്കിൽ പോലും ഈ ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് അതിൻ്റെ മീനിങ് അസ്യൂം ചെയ്തെടുക്കാനുള്ള ആ ഒരു ഇന്നർ കപ്പാസിറ്റി നമ്മളെ ശരിക്കും ഈ ഫൈനൽ റൗണ്ടിൽ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെ ഉള്ളിൽ ബോധപൂർവം, പറയുമ്പോൾ എളുപ്പമാണ്, പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പോവാം, പക്ഷേ ഇതൊക്കെ ഒരു ഹാബിറ്റാക്കി ഒരു ബോധപൂർവ്വം ഇതൊക്കെ ചെയ്യാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ട്, ഉണ്ടാവേണ്ടതായിട്ട് ഉണ്ട്. ദെൻ using context clues is a great way to understand what you are reading, even if you don't know all the vocabulary. നമുക്ക് വാക്കുകളെല്ലാം അറിയത്തില്ലെങ്കിലും ഇത് നമ്മളെ സഹായിക്കും. Context clues can be found in the words and sentences surrounding the word that you are familiar with. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഗസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ഒന്ന് ശ്രമിക്കുക, വൊക്കാബ് ഇൻക്രീസ് ചെയ്യുക, എന്ത് വായിച്ചാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക, കോണ്ടെക്സ്റ്റ് ക്ലൂസ് യൂസ് ചെയ്യാൻ പഠിക്കുക. പിന്നീട് നമ്മുടെ പ്രാക്ടീസ് സെഷൻസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പാസേജിന് ഒരു മെയിൻ ഐഡിയ കാണും, അല്ലെങ്കിൽ ഒരു മെയിൻ വ്യൂ പോയിന്റ് കാണും. ആ മെയിൻ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കുക. അത് ജസ്റ്റ് ആ ഒരു ടേം അല്ല, ജെൻഡർ എന്ന് പറയുന്ന ടേം അല്ല, അതിൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ആ ഒരു പാസേജിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്താ, അത് ജെൻഡറിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്, ജെൻഡറിൻ്റെ ഏത് വശങ്ങളെ പറ്റിയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു പാസേജ് ഓൾ അബൌട്ട് എന്താണ്, അതിൻ്റെ തീം എന്താണ്, അതിൻ്റെ ടോൺ എന്താണ്, അതെന്താണ് പറയുന്നതെന്ന് നിരന്തരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എസ്സേയിലാണെങ്കിൽ പാരഗ്രാഫ് തിരിച്ച് അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി, ക്ലാസ്സിലെ ആക്ടിവിറ്റിക്കിടയിൽ പറയുന്നുണ്ട്, പാരഗ്രാഫ് തിരിച്ച് നിങ്ങളത് ചെയ്യണം. നിങ്ങൾ ഓരോ പാരഗ്രാഫിനും ഓരോ ടോണാണ്. എത്ര നമ്മൾ വെല്ലായിട്ട് നമ്മൾ എഴുതുന്ന ഒരു എസ്സേ ആണെങ്കിൽ പോലും, എത്ര കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു റീഡിങ് കോംപ്രിഹെൻഷൻ ചോദ്യമോ ആയിക്കോട്ടെ, അതിൻ്റെ ഓരോ പാരഗ്രാഫിനും ഓരോ ടോണാണ്, ഓരോ സ്റ്റൈലാണ്. അപ്പോൾ അത് ഓരോ പാരഗ്രാഫും നമ്മളോട് എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മെയിൻ ഐഡിയയ്ക്ക് വേണ്ടി തന്നെ ആവണം നമ്മുടെ ആദ്യത്തെ ഇനിഷ്യൽ ഹണ്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ ആ ഒരു ഹണ്ട്, ഇനിഷ്യൽ ഹണ്ട് മെയിൻ ഐഡിയയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. ഐഡൻറ്റിഫൈയിങ് ദ മെയിൻ ഐഡിയ ഓഫ് ദ പാരഗ്രാഫ് ഓർ ആർട്ടിക്കിൾ ക്യാൻ ഹെൽപ്പ് യു ഡിറ്റർമൈൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ആർട്ടിക്കിൾ. Understanding why what you are reading important can give you a better comprehension of what the author is trying to convey. അവരെന്താണ് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് കിട്ടും, പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ നിങ്ങളുടെ റിവിഷൻ ടെക്നിക്സിൽ വെറുതെ അങ്ങ് റിവൈസ് ചെയ്യാതെ, വെറുതെ കുറേ നോട്ടുകൾ വാരി വലിച്ച് പഠിക്കാതെ, ഈ ഒരു മെത്തേഡിൽ ഇന്ന സ്കിൽസ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള രീതിയിൽ വേണം റീഡിങ് കോംപ്രിഹെൻഷൻ്റെ റിവിഷൻ നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്യാൻ. നിങ്ങൾ എന്ത് വായിച്ചാലും ഇനിയത്തെ ദിവസങ്ങളിൽ ചിലപ്പം പത്രം വായിക്കുമായിരിക്കും അല്ലേ, അതിനുള്ള സമയമൊക്കെ നമുക്ക് ഉണ്ടാവണം. എന്നാലും ഒരു മാസം മുൻപ് വരെയുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും പത്രം വായിക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ ഒരു ശ്രമം നടത്തണം. ഒരു ബോധപൂർവമായിട്ട് ഇതിനെ ഒന്ന് ചുരുക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ശ്രമം നടത്തണം. ബ്രേക്കപ്പ് ദ റീഡിങ് ഇൻടു സ്മോളർ സെഷൻസ്. മനസ്സിലാവാത്ത വലിയ ലൈൻസിനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചൊക്കെ വായിച്ച് നോക്കണം. നമ്മൾ നടത്തിയൊരു വലിയൊരു യാത്രയുണ്ട്, ഒരു 6 മാസത്തെ യാത്രയുണ്ട്. ആ യാത്രയുടെ ഒരു കൾമിനേഷൻ പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഒരു പക്ഷേ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നവരെക്കാട്ടിലും ഏറെ അറിവ് നിറഞ്ഞവരായിട്ട് നിങ്ങൾ ഈ പ്രോസസ്സിൽ മാറിയിട്ടുണ്ടായിരിക്കണം അല്ലേ. 2 എൻഡിൽ നിന്നും, ജനറൽ പേപ്പർ ആവട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ. പിന്നെ ഈ ജേർണിയിൽ നിങ്ങൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരീക്ഷകളില്ലേ, നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സോ ഇനി എന്താണ് ആ ഒരു ഫിനിഷിംഗ് ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചേർത്തൊരു റിവിഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുന്നത്. നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം അപ്പുറത്ത് വേണ്ടത്. നമ്മൾ ഈ പറയുന്ന മുഴുവൻ കാര്യം ചെയ്യുന്നതിലും ഗുണം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഈ എക്സാം അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പേടി വരും. എന്താ കാര്യം? വേക്കൻസീസ് കുറവാണ് അല്ലേ. നമ്മളൊരു കാര്യത്തിൻ്റെ പോസിറ്റീവിനെ പറ്റി മാത്രമല്ലല്ലോ സംസാരിക്കേണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് അതാണ്.
എന്നിരുന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റ വേക്കൻസി മതി അല്ലേ? നിങ്ങൾക്ക് ഒറ്റ വേക്കൻസി പോരെ? നിങ്ങൾക്ക് 1000 വേക്കൻസി എടുക്കുന്ന പരീക്ഷയ്ക്ക് തന്നെ കയറാൻ പറ്റുമെന്ന് ഇല്ലല്ലോ. നിങ്ങൾക്ക് ഒരു വേക്കൻസി മതി. ഇവിടെ 100 വേക്കൻസിയിൽ പുറത്തുണ്ട്. സോ നമ്മുടെ ലക്ഷ്യം ഫൈനലായിട്ട് അവിടെ എത്താൻ പോകുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അറിവ് നിങ്ങൾ പോലും അറിയാതെ പരീക്ഷാ പേപ്പറിലോട്ട് വരണമെങ്കിൽ, എസ്പെഷ്യലി ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ അത് ആ എക്സാം പേപ്പറിലോട്ട് വരണമെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ ആവശ്യമുണ്ട്. സോ ഇനിയത്തെ ദിവസങ്ങളിൽ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്ന് കുറച്ച് അകലം സൂക്ഷിക്കുക. ബിക്കോസ് അത് കേൾക്കും തോറും നമ്മുടെ എന്ത് കുറയും, കോൺഫിഡൻസ് കുറയും. ശേഷം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിരിക്കണം എപ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ്. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പം ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പോന്നേ എന്നുള്ളത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ചില്ലറയല്ല. അതായിരിക്കണം നിങ്ങളുടെ കൈമുതൽ എന്ന് പറയുന്നത്. അതിന് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഒരു ആസ്പെക്റ്റുകളിൽ നിന്നെല്ലാം എവിടെ നിന്ന് പഠിക്കണം, എവിടെ നിന്ന് PYQ ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണം. സോ ആ ഒരു മെത്തേഡിൽ തന്നെ ചുമ്മാതെ അങ്ങ് റിവൈസ് ചെയ്യാതെ ഈ മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നീട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, 4 ആഴ്ച ഫ്രണ്ടിലുണ്ടെന്ന് വിചാരിക്കുക അല്ലേ? 4 ആഴ്ച നിങ്ങളുടെ ഈ കയ്യിലേക്ക് ഈ വീഡിയോ എത്തുമ്പോഴത്തേക്കിനും ഒരു 25-26 ഡേയ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. സോ ഒരു 25 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. 25 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും പിന്നെ അധികം കിട്ടുന്ന എല്ലാ ദിവസങ്ങളിലും. ഞാൻ അങ്ങനെ തന്നെ പറയും. ചില ദിവസം നമുക്ക് പേപ്പർ 1 പഠിക്കാൻ ഒരു ത്രില്ല് കാണത്തില്ല അല്ലേ? സോ ആ ദിവസങ്ങളിലെല്ലാം ഡിസ്ക്രിപ്റ്റീവിലോട്ട് വരാം. സോ ഓൾട്ടർനേറ്റ് ഡേയ്സിലും പിന്നെ അധികം കിട്ടുന്ന ദിവസങ്ങളിലും മൊത്തത്തിലൊരു 15 ദിവസത്തോളം ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി പഠിക്കണം. 15 ദിവസം ഡിസ്ക്രിപ്റ്റീവ് റിവൈസ് ചെയ്യണം. ടോട്ടൽ ഒരു 4 മണിക്കൂറൊക്കെ വെച്ച് പഠിച്ചാൽ ഒരു 60 hours ആണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. നോക്കിയേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഏറ്റവും എളുപ്പമുള്ള സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത്. 25 ദിവസം ഉണ്ട് എങ്കിൽ 15 ദിവസം, പകുതിയിൽ കൂടുതൽ ദിവസം ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാറ്റിവെക്കാം. ശേഷം ഒരു ദിവസം 4 മണിക്കൂർ എന്നുള്ള രീതിയിൽ പഠിക്കാം. നിങ്ങളൊരു 3 മണിക്കൂർ എസ്സേ പഠിച്ചിട്ട് ദെൻ റീഡിങ് കോംപ്രിഹെൻഷനും പ്രിസിയും ഒക്കെ ഓൾട്ടർ ചെയ്ത് പഠിച്ചാൽ മതിയാവും. ഞാനിവിടെ ജസ്റ്റ് വേഗമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. 15 ദിവസം അല്ലെങ്കിൽ 10-12 ദിവസമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു ദിവസത്തിൽ 6-7 മണിക്കൂർ നമ്മൾ എന്തിനു വേണ്ടി മാറ്റിവെക്കണം, ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാറ്റിവെക്കണം. മിനിമം 4 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ടുള്ള എഴുത്ത് ആ ഒരു വഴിയിലൂടെ ആയിരിക്കണം. ഒരു 10 ദിവസം നിങ്ങൾ എഴുതുമ്പം അല്ലെങ്കിൽ 15 ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് മാറും, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യപ്പെടും, നിങ്ങളുടെ റീഡിങ് കോംപ്രിഹെൻഷൻ മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യും. സോ നിങ്ങൾ ശരിക്കും ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതിനുവേണ്ടി സ്വപ്നം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി 10-15 ദിവസമെങ്കിലും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായേ പറ്റൂ. അതല്ല വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ ഒരു 4 hours എങ്കിലും ദിവസം കണ്ടെത്തി എഴുതി തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കണം. ഓക്കെ, സോ അത്തരത്തിലുള്ള കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങളുടെ തന്നെ നോട്ട് ഉപയോഗിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. നമ്മൾ അണ്ടർലൈൻ ചെയ്ത വാല്യൂ പോയിന്റ്സ് എഴുതുന്നതിൻ്റെ ആവശ്യകത അന്ന് തൊട്ടേ പറയുന്നുണ്ട്. വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്ന് വരയിട്ട് പഠിക്കുന്നതിനും നല്ലത് നിങ്ങൾ നിങ്ങളുടെ തന്നെ നോട്ട് ഉപയോഗിച്ച് പഠിക്കണം. നിങ്ങളുടെ തന്നെ ഓൺ നോട്ട്സ് ഉപയോഗിച്ച് വേണം പഠിക്കാൻ. അതുപോലെ തന്നെ എസ്സേ വാല്യൂ പോയിന്റ്സ് എഴുതി വെച്ചിരിക്കണം നിർബന്ധമായിട്ടും. പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപേ നമുക്ക് ഈ കണ്ട PDF ഒന്നും വായിക്കാൻ സമയമില്ല. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഒരു കുഞ്ഞു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന എസ്സേസിൻ്റെ വാല്യൂ പോയിന്റ്സ് റിവൈസ് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കണം. സോ എസ്സേയുടെ വാല്യൂ പോയിന്റ്സ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ദെൻ RC പല പാരഗ്രാഫ്സ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? പല ടൈപ്പ് ഓഫ് പാരഗ്രാഫ് ഉണ്ട്. ആദ്യം ഒരു ഇൻഫറൻസ് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നതുണ്ട്. ആദ്യം ഒരു തിയറി പോസ്റ്റുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോൺട്രഡിക്ഷൻ പറയുന്നതുണ്ട്. തിയറി തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതുണ്ട്. സോ ഫിലോസഫിക്കൽ ഉണ്ട്. സോ പല തരത്തിലുള്ള റീഡിങ് കോംപ്രിഹെൻഷൻ പാസേജസ് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊന്ന് റിവൈസ് ചെയ്യാൻ മറക്കരുത്. പിന്നത്തെ കാര്യം ടോൺ.
റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ പാസേജിൻ്റെ ടോൺ എന്താണ്, ആ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് നമുക്ക് നിർബന്ധമായിട്ടും കിട്ടണം. പ്രിസിയെ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്ത് പറയാത്തത് പ്രിസി 10 മാർക്ക് ആയതുകൊണ്ടാണ്. പക്ഷേ റീഡിംഗ് കോംപ്രിഹെൻഷൻ എസ്സേ നമ്മൾ പക്ക ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ടോൺ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ബോധം വേണം. അതുപോലെ തന്നെ ജനറൽ ഐഡിയ ഉണ്ടായിരിക്കണം, ഒരു ഓവറോൾ ഐഡിയ എബൌട്ട് ദി പാസേജ് ആൻഡ് ഓൾ ദാറ്റ് ഉണ്ടായിരിക്കണം. പിന്നീട് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ട് തന്നെ ആൻസർ ചെയ്യണം. നമ്മൾ അതിനൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. കീവേഡ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ കീവേഡ്സ് എടുത്തിട്ട് പാസേജിലോട്ട് റീവിസിറ്റ് ചെയ്ത് അവിടുന്ന് ആൻസേഴ്സ് പിക്ക് ചെയ്യാം. ഇതെല്ലാം മൈൻഡിലോട്ട് വരണം. പല വീഡിയോസിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം കമ്പൈൻ ചെയ്ത് പറയുന്നത്. സോ അതെല്ലാം പോയി റീവിസിറ്റ് ചെയ്ത് കണ്ടിട്ട് വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, കീവേഡ്സിൽ നിന്ന് ആൻസറിലോട്ട് വരുന്ന ആ ഒരു ടെക്നിക്ക്. നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് എങ്ങനെയാണോ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് RC ക്വസ്റ്റ്യൻസിന് ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ വരുമ്പോൾ കീവേഡ്സ് യൂസ് ചെയ്ത് ആൻസറിലോട്ട് എത്തുന്ന ആ ഒരു മെത്തേഡിലോട്ട് വരുന്നത്. പിന്നെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ആക്ടിവിറ്റി സെഷൻസ് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പൊതുവെ ഒരു മിഡ് ലെങ്ത് ഉള്ള RC നിങ്ങൾക്ക് ചോദിക്കൂ. വെരി ലോങ് RCs ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, സോ സമയമില്ലാത്തവർ ആ ഒരു മീഡിയം ലെങ്ത് RCs തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ദെൻ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു ചോദ്യമാണ്, പെട്ടെന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് പറയുന്ന ഒരു 5 ടോപ്പിക്ക് പറഞ്ഞു തരാമോ എന്നുള്ളത്. അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങിയിടം മുതൽ തന്നെ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ പാട് എന്തുകൊണ്ടാണെന്ന് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും പെട്ടെന്ന് ഷുവർ ഷോട്ടായിട്ട് ചോദിക്കും എന്ന് നമുക്ക് ഒരു പരിധി വരെ പറയാൻ പറ്റുന്ന 5 ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. വെരി ഹോട്ട് ടോപ്പിക്സ്. കഴിഞ്ഞ 2 വർഷത്തിന് മുൻപാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ നടന്നത്. സോ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപത്തെ വർഷം ഒരു ട്രെൻഡായി തുടങ്ങിയ ആളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ചെറുതല്ല, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ 3 essays വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണ്, പിന്നെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റിൽ നിന്നും AI ചോദിക്കാം. AI ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുമോ, അതിന് എത്തിക്കൽ കൺസേൺസ് ഉണ്ടോ. സോ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള essay ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. രണ്ടാമത്, ഒരുപാട് ഡിസാസ്റ്റേഴ്സ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അത് പാൻഡമിക്സ് ആയാലും അതല്ല പല അസുഖങ്ങളായാലും ഫ്ലഡ് ആയാലും സൈക്ലോൺസ് ആയാലും ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റി ഇൻക്ലൂഡിങ് നമ്മുടെ കേരളത്തിൽ നടന്ന വയനാട് ഇഷ്യൂ ഉൾപ്പെടെ അത് നമ്മൾ യൂട്യൂബിൽ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോകണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു essay ചോദിക്കുവാണെങ്കിൽ പറയാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആര് കൊണ്ടുവന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കോഡ്സ്, അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോഴത്തെ അതിൻ്റെ പല ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി വരെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചോദിക്കാം. ഡിസീസസ്, വാർ, ഫ്ലഡ്സ്. ഇതിൽ വാർ ഇമ്പോർട്ടൻ്റ് ആണ്. പീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. വേൾഡിൻ്റെ ടോളറൻസ് കുറയുന്നു, പീസ് കുറയുന്നു എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ പല ലോക സംഘടനകളും വേൾഡിലെ പല ഓർഗനൈസേഷൻസും ഒരു പരാജയമാണോ എന്നുള്ള ആസ്പെക്റ്റിൽ നിന്നൊക്കെ ചോദ്യം വരാം അല്ലേ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എഴുതാം. നമ്മൾ വേൾഡ് വാർ 2 കഴിഞ്ഞപ്പം പിന്നീട് വന്ന ഓർഗനൈസേഷൻ സ്ട്രോങ് ആണ് എന്ന് പറയാനുള്ള കാരണം 3ാമതൊരു യുദ്ധം വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ വേൾഡ് ഇക്കണോമിക്കൽ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻസിൻ്റെ സൈലൻസും പവർ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ചേർത്ത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അത് ടോളറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാനും നമുക്ക് പറ്റണം. സോ അത്തരം കാര്യങ്ങളൊക്കെ ചോദ്യമായിട്ട് വരാം. ദെൻ പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോഡ്സ് ഒക്കെ പഠിച്ച് വെക്കണമെങ്കിൽ വിമൻ എംപവർമെൻറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഡ്സ് പറയാൻ പറ്റുന്ന 2 ഏരിയാസ് ആണ് എഡ്യൂക്കേഷനും സോഷ്യൽ മീഡിയയും. ഓക്കെ, ജെൻഡർ ക്യൂർ തിയറീസ് ഒക്കെ നമ്മൾ ആപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഏറ്റവും പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്നത്. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ്. ദെൻ
RC പറഞ്ഞല്ലോ, ഒരു മീഡിയം ലെങ്ത് RC നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. നിങ്ങൾ വളരെ ലോങ് RCs ചെയ്ത് സമയം കളയണ്ട. ആ സമയം കൂടി മീഡിയം ലെങ്ത് RCs വർക്ക്ഔട്ട് ചെയ്യാൻ എടുക്കൂ. നിങ്ങൾക്ക് ഒരു മീഡിയം ലെങ്ത് RC തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഷുവർട്ടിയിലാണ് നമ്മളൊരു മീഡിയം ലെങ്ത് RCയെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദെൻ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. October 27 ആണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഡിസ്ക്രിപ്റ്റീവിൻ്റെ പാർട്ടിൽ നിന്ന് നമ്മൾ പ്രോമിസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ആൻഡ് കൂടെ നമുക്കറിയാം, നമ്മൾ എടുത്ത പെയിനോടൊപ്പം തന്നെ ഇരട്ടി പെയിൻ എടുത്ത സ്റ്റുഡൻസ് ഉണ്ട്. നിരന്തരമായിട്ട് വീഡിയോസിൻ്റെ വ്യൂസും ഒക്കെ കാണുമ്പം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ. ഇനി കുറച്ച് മോഡൽ എക്സാംസ് കൂടിയാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. അതും വൈകാതെ തന്നെ കഴിയും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ നിന്നും ഈ ഒരു ആംഗിളിൽ നിന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ മാത്രമാണ് ഈ വീഡിയോ. ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെറുതെ നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും സ്മാർട്ട് വർക്കായിട്ട് ഇനിയത്തെ റിവിഷൻസ് നിങ്ങൾ ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാത്തിരുന്നെത്തിയ എക്സാമാണ്. 2 വർഷം കഴിഞ്ഞ് ഇനി ഒരു അറ്റംപ്റ്റ് ഉള്ളൂ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളെ പോസിറ്റീവായിട്ടാക്കുന്ന ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ എക്സസൈസസും ഒക്കെ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.